മക്കളെ മക്കളെ ലേശം വെള്ളം കൊടുന്നിരുവോ? പഠിച്ചോനെ, ഇനി ഈ അവസ്ഥയിലാക്കില്ല. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞോക്കണില്ല. വല്യമ്മാന്റെ കുട്ടികൾ വരണ്ട, ഉമ്മാന്റെ അടുത്തും തല്ലിട്ടു. അത് സാരല്ലേ വല്യമ്മ, ഞങ്ങളല്ലാതെ പിന്നെ ആരാ നമുക്ക് ചെയ്തു തരാന്? എല്ലാം വിളയിച്ച് പറഞ്ഞ് പാലിയത്തിന്റെ അടുത്ത് വരുമോ? പറഞ്ഞേ പേരക്കാരാ. ഓരോ എന്താ ചെയ്യാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് പൈസ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കണം. ഞാൻ ഡോക്ടർ കാര്യം നോക്കാൻ മികമാന്റെ റൂമിൽ പോയിരിക്കും. ആ കുട്ടിയോട് എത്ര പറഞ്ഞാലും നോക്കും. ഇനി അവളെ പൊട്ടിക്കാനേ വേണ്ടി പോയിട്ടില്ല. അന്നോട് ഞാൻ പറഞ്ഞു ഈ റൂമൊക്കെ വാവനെ പെട്ടെന്ന്. അല്ല ഫസ്റ്റ് വന്നാ തള്ളക്ക് വെച്ചതായിട്ട് മോള് ഇപ്പഴാ വരുന്നത്. ഇല്ല ഞാൻ ചായ എടുക്കാം. ആദ്യം കാണട്ടെ. വാലേക്കും അസ്സലാം. എന്റെ കുട്ടി വന്നാ? നിങ്ങളെ കാലിനല്ല മുറി ഉണ്ടെന്ന് കേട്ടത്, അതോടെയാന്ന് നോക്കട്ടെ. അതുണ്ട് കാലിന്. അതെന്താ ഇതുകൊണ്ടാണ് എത്ര മണോ? ചായ ഉമ്മാന്റെ മുറിന്റെ അവസ്ഥ എന്താല്ലേ? അതൊന്നും പറയണ്ട. അതൊക്കെ വൃത്തിയാക്കല്. സീലുണ്ട് പാലിയത്തിന്റെ ആൾക്കാരെ വെച്ചിട്ട് ഓരോണ് ആൾക്ക് വൃത്തിയാക്കല്. എല്ലാം അങ്ങനെ എന്താ തരൂള്? പൊന്നാറിന്റെ ബല അന്റെ അടുത്ത് ബെല്ല ഇടണേ. ഞാൻ അത് തപ്പാണ്. ഇവിടുത്തെ ബെല്ല് തന്നെ ഇവിടെയാണ്. ഞാൻ നിങ്ങളെ അമ്മാനെ കാണാൻ വന്നതാണ്. ആനോട് കേറിക്കോളി. എന്താ പാട്? നിങ്ങളെ കാൽമത്തെ മുറി എന്താ പാട്? കയ്യിലും കാലിന് ആടില്ലാണ്ട് പച്ച ഇങ്ങനെ കെടുത്താതിരിക്കട്ടെ. നിങ്ങള് വേജാറാവണ്ടാന്നോ, എല്ലാം അള്ള ശിഫാക്കി തരും. നിങ്ങളെ മുറി നോക്കട്ടെ. അല്ലെന്റെ റബ്ബേ, എല്ലാം വൃത്തിയാക്കി തരൂല്ലേ? പാലിയത്തിന്റെ കുട്ടികള് വന്നൊന്ന് കെട്ടിത്തരൂ. അച്ഛങ്ങള് വന്ന് സംസാരിക്കുമ്പോ തന്നെ മനസ്സിനൊരു റാത്താണ്. അങ്ങനത്തെ ഒക്കെ ഒരു നന്മയുള്ള ആൾക്കാർ നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്നത് നമ്മളെ പോലുള്ളവർക്കൊക്കെ സമാധാനമാണ്. അപ്പൊ ഞാൻ പോയിട്ടാണോ നേരെ ഒരു വാടായി. വണ്ടിയാണ്. ഇന്നിപ്പോ ശനിയാഴ്ച സ്കൂളൊന്നുമില്ലല്ലോ, ശ്രദ്ധിക്കണേ. അസ്സലാമലൈക്കും. എന്തൊക്കെയാ? വലൈക്കും അസ്സലാം. എന്റെ മക്കള് വന്നാ നിങ്ങളെ കാത്തിരുന്നാണ്. നിങ്ങളെന്താ അങ്ങനെ ഉഷാറില്ലാത്തത്? നിങ്ങളൊക്കെ നല്ല ചിരിച്ചു നിന്നാണ്. പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്താ ഉഷാറൊന്നും ഇല്ലാത്ത? നിങ്ങൾക്ക് നീ ഇതേ പഴയ പോലെ നടക്കുക ചെയ്യണ്ടേ? അവിടെ മുറി മാറ്റം വന്നിട്ടുണ്ടാവല്ലോ. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കും. ഒരു 2 ആഴ്ചനുള്ളിൽ ഇപ്പൊ റെഡി ആവല്ലോ. അപ്പൊ നമുക്ക് മുറിന്ന് കട്ടില്ലേ? എന്നാ ഈ ഡ്രസ് ചെയ്യാളൊക്കെ ഒന്ന് റെഡിയാക്കി. കയ്യൊന്ന് പ്രശ്നമുണ്ടല്ലമ്മ, നിങ്ങളെന്തൊരു ടെൻഷൻ അടിക്കണേ? ഇതിന് വലിയ കൂടെ എത്രപോലെ മനുഷ്യന്മാർക്കുണ്ട്. ഇതൊക്കെ ചെറുതല്ലേ, നമ്മൾ പെട്ടെന്ന് മാറ്റിയെടുക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കരുതാ. ടെൻഷൻ അടിച്ചാൽ മുറിയൊന്നും മാറില്ല. നിങ്ങൾ നല്ല കൂളായിട്ടിരിക്കും. നിങ്ങൾ ഈ വാക്കാണ് ഉമ്മാക്കൊരു ആശ്വാസമില്ലേ? നമ്മളുണ്ടല്ലമ്മ നിങ്ങളെ കൂടെ എപ്പോഴും. ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാണ്ട്. എങ്ങനെ ഈ രോഗികളെ മുറി കിടക്കുന്നതും രോഗികളെ പരിപാലിക്കുന്നതൊക്കെ പറഞ്ഞു തരുമോ? നിങ്ങൾ പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾ പഠിത്തത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതെ, ശരിയാണ്. നമ്മളിപ്പോ പഠിത്തത്തിലാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ പാലിയേറ്റീവിന്റെ കെയറിനെ പറ്റിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളെ ഈ സഹായിക്കണ മനോഭാവം എന്നും നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാം. പാലിയേറ്റീവ് കെയർ നിരാലംബരായ രോഗികൾക്കും പ്രായമായ ആളുകൾക്കും എല്ലാവർക്കും ഒരു തണലായിട്ട് മാറണം. നല്ലൊരു പ്രവർത്തനമാണ് നമ്മളെ പാലിയേറ്റീവ് കെയർ. അതിലൊന്നും ഇപ്പത്തെ തലമുറ വല്ലാതെ പങ്കാളികളാവണില്ല. ഈ മനസ്സ് എന്നും നിങ്ങൾക്ക് നിലനിൽക്കട്ടെ. പുതിയ
തലമുറക്ക് ഈ സഹായ മനോഭാവം വരുന്നത് എന്ന് വെച്ചാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ അതിൽക്കൊക്കെ ഇറങ്ങിയിട്ട് ചെയ്യണതിൽ നമ്മൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റണ ഉമ്മമാക്ക് പ്രഷർ ഉണ്ട്. നിങ്ങളെ കളിയും ചിരിയൊക്കെ കാണുമ്പോഴാണ് ആൾക്ക് നല്ല സന്തോഷമാവുള്ളൂ. അപ്പൊ നല്ല കുട്ടികളെ കേട്ടോ, എന്നാ പോട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ നല്ല പഠിക്കും. തലക്കാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും തുപ്രങ്ങോട് പഞ്ചായത്തിന്റെ ചില വാർഡുകളിലുമായി കഴിഞ്ഞ 9 വർഷമായി സാന്ത്വന പരിചരണ രംഗത്ത് നിറസാന്നിധ്യമാണ് കെയർ പാലിയേറ്റീവ് സെന്റർ. ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്നു.